മാലാ പാർവതിക്ക് എന്തിന്റെ കേടാണ്? അങ്ങനെ തന്നെ ചോദിക്കേണ്ടി വരും. കാരണം ഒരിക്കൽ ഇതൊക്കെ ഒരു തമാശയായിട്ട് എടുത്തൂടെ? ഡ്രസ്സ് മാറാൻ കൂടെ വരട്ടെ, അതൊരു തമാശയായിട്ട് എടുത്തൂടെ? ഇവരോട് ചോദിക്കുമ്പോൾ ഇവർക്കത് തമാശയായിട്ടായിരിക്കും തോന്നുന്നത്. എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ലല്ലോ. ഇപ്പൊ പറയുന്നുണ്ട് വിൻസി എന്തുകൊണ്ട് അപ്പൊ പ്രതികരിച്ചില്ല, പെൺപിള്ളേർ അപ്പൊ തന്നെ പ്രതികരിക്കണം. എന്താണ് യഥാർത്ഥത്തിൽ മാലാ പാർവതിയുടെ പ്രശ്നം? മാലാ പാർവതി ആവേശത്തിൽ പറഞ്ഞതാണ്. കാരണം ഇത്തരത്തിൽ അവസരങ്ങൾ കുറയാതിരിക്കാൻ വേണ്ടി ഷൈൻ ടോം ചാക്കോയ്ക്ക് അനുകൂലമായിട്ട് പറഞ്ഞതാണ്. അതിപ്പോൾ ഇത്രയും വലിയ പ്രശ്നമാവുമെന്ന് മാലാ പാർവതി ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും അതിനെതിരെ പ്രതികരണവുമായി രംഗത്ത് വന്നു. രഞ്ജിനി അടക്കം പല വനിതകളും ഇതുമായി പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മാലാ പാർവതിക്ക് ചെയ്തത് അബദ്ധമാണെന്ന് മനസ്സിലായി. കാരണം മാലാ പാർവതി പറഞ്ഞത് വസ്ത്രം മാറാൻ പോക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ കൂടെ വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ പോടാ എന്ന് പറഞ്ഞാൽ മതി എന്നാണ് മാലാ പാർവതി നിസ്സാരമായിട്ട് പറഞ്ഞത്. മാലാ പാർവതി ഉദാഹരണമായിട്ട് പറഞ്ഞത് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ വണ്ടി ഇടിക്കാതെ മാറിപ്പോകത്തില്ല, അതുപോലാണ്. അത് എന്ത് ഉദാഹരണമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അതാണ് മാലാ പാർവതിയുടെ ഒരു ഇത്. ഇപ്പം മാലാ പാർവതി ഇപ്പം പുതിയ വിശദീകരണമായിട്ട് വന്നിട്ടുണ്ട്. അതായത് സിനിമാ ഷൂട്ടിംഗ് സെറ്റുകളിൽ സ്ത്രീകൾ നേരിടുന്ന മോശം പെരുമാറ്റങ്ങളെ നിസ്സാരവൽക്കരിച്ച് സംസാരിച്ചതിൻ്റെ പേരിൽ സൈബർ ഇടത്തിലും മറ്റും കടുത്ത വിമർശനം നേരിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നടി രഞ്ജിനി അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു. അപ്പോൾ പറയുന്നത് ധന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ നടി വിൻസി അലോഷ്യസ് നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് അത് അന്നേരം തന്നെ ആ സമയത്ത് തന്നെ പരാതിപ്പെടണമായിരുന്നു. ദുരനുഭവങ്ങൾ നേരിട്ടാൽ അപ്പോൾ തന്നെ പ്രതികരിക്കണമെന്നാണ് താൻ ചൂണ്ടിക്കാട്ടിയതെന്നും അതിനുശേഷം വേണം ഇന്റേണൽ കമ്മിറ്റി അടക്കം സമീപിക്കണമെന്നും മാലാ പാർവതി ഒരു സ്വകാര്യ ചാനലിൻ്റെ അഭിമുഖത്തിലാണ് പറഞ്ഞത്. ദുരനുഭവങ്ങൾ നേരിട്ടാൽ നടിമാർ ഉടൻ പ്രതികരിക്കണമെന്നാണ് ഉദ്ദേശിച്ചത്. സെറ്റിൽ നേരിട്ട അപമാനം വിൻസി മനസ്സിൽ കൊണ്ടു നടക്കാതെ അപ്പോൾ തന്നെ പ്രതികരിക്കണമായിരുന്നുവെന്നും പറയുന്നു. ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു മാലാ പാർവതിയുടെ അത്രയും പക്വതയുള്ളൊരു ആളല്ല വിൻസി അലോഷ്യസ്. അപ്പോൾ വിൻസി അലോഷ്യസ് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകുമ്പോൾ പൊതുവേ ഇപ്പം ധന്യയാണെങ്കിൽ പോലും ധന്യയ്ക്കൊരു മോശം അനുഭവം ഉണ്ടായി ചിലപ്പം ധന്യ പ്രതികരിക്കുന്നതാണ്, ധന്യ ചിലപ്പോൾ അപ്പം പ്രതികരിക്കുമായിരിക്കും. പക്ഷെ വേറൊരു പെൺകുട്ടി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല. വിൻസിയുടെ കാര്യം എടുക്കുമ്പോൾ അവര് ഈ സിനിമ ഇറങ്ങിയിട്ടില്ല. പിന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇത്തരത്തിലുള്ള മോശം അഭിപ്രായങ്ങൾ വന്നാൽ അത് സിനിമയെ ബാധിക്കും, പ്രൊഡ്യൂസറെ ബാധിക്കും, അതിലെ അഭിനയിച്ചവരെയും സഹപ്രവർത്തകരെയും എല്ലാവരെയും ബാധിക്കും. അപ്പൊ അതും കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും അവർ മിണ്ടാത്ത. അവർ കാണിച്ച അതിൽ ഏറ്റവും മാന്യമായി എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം സമയത്താണ് അവർ ഈ തുറന്നു പറച്ചിലുമായി വരുന്നത്. അപ്പോഴും അവർ ആ നടന്റെ പേര് പറയുന്നില്ല, അവർ സിനിമയുടെ പേര് പറയുന്നില്ല. കാരണം ആ സിനിമയിലുള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന്. പക്ഷേ അവരവരെ ചതിച്ചുകൊണ്ടാണ് ഈ ഫിലിം ചേംബറിൽ ആരോ അതിനെടുത്ത് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത്. ഇനിയിപ്പോ ചിലപ്പോൾ അവരുടെ ചാൻസ് പോവാം. കാരണം ഇതിന് വലിയ വമ്പന്മാരൊക്കെ ഉണ്ട് എന്ന് ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ അവരെ ഇനി സിനിമയിൽ നിന്ന് മാറ്റി നിർത്താം, അവർക്ക് ഇനി അവസരങ്ങൾ കിട്ടാതെ വരാം. പക്ഷെ എന്തുണ്ടെങ്കിലും അവർ ആ തന്റെ ഇടം കാണിച്ചു. അവരത് പറയണം, അതിന് മാനേജ് ചെയ്യാൻ അവർക്ക് കഴിയും. അവർ ആ സമയത്ത് അത് മാനേജ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇനി ഇങ്ങനെയുള്ള നടന്മാരെ കൂടെ ഞാൻ അഭിനയിക്കില്ല എന്നുള്ള ഒരു കാര്യമാണ് അവര് മുന്നോട്ട് വെച്ചത്. അതിനാണ് അവരെ ഈ മൊത്തത്തിലിട്ട് ക്രൂശിച്ച് അവരവസാനം എന്തോ വലിയ തെറ്റ് ചെയ്തവരെ പോലെ. മാലാ പാർവതിയൊക്കെ പറയുന്നു, ഞാൻ ബ്ലൗസ് മാറാൻ പോയപ്പോ ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു. നീ പോടാന്ന് ഒരുത്തൻ ലഹരി അടിച്ച് നിൽക്കുന്ന ഒരുത്തന്റെ കൊടുത്ത് നീ പോടാന്ന് പറഞ്ഞാ അവൻ തിരിച്ച് ഏത് തരത്തിൽ നമ്മൾ ആക്രമിക്കുന്നു നമുക്ക് പറയാൻ പറ്റുമോ? തമാശയായിട്ട് എടുക്കണം. ഇപ്പൊ പൊതുവേ നമുക്കറിയാം, ഇപ്പൊ ഒരാളൊരു അശ്ലീല അല്ലെങ്കിൽ ദ്വയാർത്ഥ കമന്റ് ഒരു പെൺകുട്ടിയോട് പറയുമ്പോൾ അത് പോടാന്ന് പറഞ്ഞ് ചിരിച്ച് തമാശ രൂപത്തിൽ കളഞ്ഞ അവൻ നാളെ അതിന്റെ അപ്പുറമായിരിക്കും പറയുന്നത് സ്വാഭാവികമായിട്ടും. അല്ലെങ്കിൽ ശക്തമായി പ്രതികരിക്കേണ്ടി വരും. പക്ഷേ ഈ പറഞ്ഞതുപോയ മയക്കുമരുന്നും അല്ലെങ്കിൽ കഞ്ചാവും ഒക്കെ വലിച്ചിട്ട് നിൽക്കുന്നവന്മാരുടെ അടുത്ത് നീ പോടാന്നൊക്കെ പറഞ്ഞ അവന്മാർ വേറെ തരത്തിലായിരിക്കും പെരുമാറുന്നത്. അപ്പോൾ ഈ മാലാ പാർവതിക്ക് എനിക്ക് തോന്നുന്നു മാലാ പാർവതിക്ക് എന്തൊക്കെയോ ഫ്രസ്ട്രേഷൻസ് അവർക്കുണ്ടാവാം. കാരണം അവർക്ക് സിനിമയിൽ നായികയാവണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നൊരു യുവതിയായിരുന്ന സമയത്തെ കാലമുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല. പിന്നീട് ഇപ്പോൾ അവസരങ്ങൾ ലഭിച്ചപ്പോഴേക്കും അവർക്ക് പ്രായമായി, അമ്മ വേഷമൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻസ് അവർക്ക് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഷൈൻ ടോം ചാക്കോ നല്ല നടനാണ്, അയാൾ കണ്ടിന്യൂറ്റി നോക്കുന്ന ആളാണ്, ഇതൊക്കെ ഇതിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ അയാളുടെ പ്രൊഫഷനാണല്ലോ അത്. ഇപ്പം നല്ല നടനല്ലെങ്കിൽ അയാൾക്ക് പിന്നെ അവസരം കിട്ടത്തില്ലല്ലോ. അത് അങ്ങനെ അതിനൊന്നും ഒരു പ്രസക്തിയുള്ള വാക്കുകളല്ല. ഇപ്പം ഷൈൻ ടോം ചാക്കോ നല്ല നടനാണ്, അയാൾ കണ്ടിന്യൂറ്റി നോക്കും. കണ്ടിന്യൂറ്റി നോക്കുന്ന എന്തിനാ? അത് നോക്കാൻ ആർട്ട് ഡയറക്ടർമാരുണ്ട്, സംവിധായകരുണ്ട്, അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രോപ്പർട്ടി നോക്കുന്ന അസിസ്റ്റന്റുമാരുണ്ട്. നടൻ നോക്കണം. ഒരു 5 പെൺപിള്ളേരെ ബലാത്സംഗം ചെയ്തിട്ട് അവൻ നല്ല ജോലിക്കാരനാണ്, അവൻ ആ ജോലിയിൽ നല്ല മിടുക്കാണ്. പക്ഷെ അവൻ ഈ ഒരു സ്വഭാവമുള്ള അതങ്ങ് തമാശയായിട്ട് എടുത്താൽ മതി എന്ന് പറയുന്നത് പോലെയുള്ള
ആണ് മാലാപാർവതി പറയുന്നത്. കാരണം ഒരു ഈ പെണ്ണ് തന്നെ പെണ്ണിന് പാര അല്ലെ. ചില അവസരങ്ങളിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. സിനിമകളിലൊക്കെ പെണ്ണുങ്ങൾ തന്നെയാണ്, ആണുങ്ങൾ പിന്നെയും പലപ്പോഴും എനിക്ക് തോന്നുന്നു ഉണ്ണി മൂന്തനൊക്കെ ഇന്നലെ ഇതിനെതിരെ കൃത്യമായി നിലപാടെടുത്ത് രംഗത്ത് വന്നിരുന്നു. WCC ഒക്കെ രൂപവൽക്കരിച്ചതിന് ശേഷം ഈ അമ്മയുടെയൊക്കെ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ അവിടെ വന്ന് ഇരിക്കുമ്പോൾ മോഹൻലാലും എല്ലാം ഇരിക്കുമ്പോൾ അതിന്റെ ചുറ്റും കുറെ ഉപഗ്രഹങ്ങൾ പോലെ കുറെ പെണ്ണുങ്ങൾ ഇരിക്കും. അവര് എന്നിട്ട് ഇവർക്ക് ഒത്താശ പാടുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്നിട്ട് ഈ WCC രൂപീകരിച്ചവരും അല്ലെങ്കിൽ ഇതുമായിട്ട് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ശക്തമായി പ്രതികരിച്ചവരും ഒക്കെ ഇപ്പം ഒരു സീരിയൽ പോലും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷെ അവര് പറയുന്നത് അവർക്ക് സിനിമ ആരും വിളിക്കുന്നില്ല. പക്ഷെ അവര് പറയുന്നത് സെലക്റ്റീവായി ഞങ്ങൾ ആ ഒരു വാക്ക് കിട്ടാതെ വരുമ്പോ പറയുന്നതാണ് ഞങ്ങൾ സെലക്റ്റീവ് ആയത്. അതെ. അപ്പൊ അന്നേരം ഇപ്പൊ മാലാപാർവതി പറയുന്ന പെൺപിള്ളേർ ഇത്തരം കാര്യങ്ങളിൽ എന്തിനാണ് പേടിക്കുന്നത്, താൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളാണ് തനിക്കെതിരെ പറയുന്നത്, സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് പറയുന്നത്, പൊതുമധ്യത്തിൽ താൻ അപമാനം നേരിട്ടെന്നാണ് വിൻസി പറഞ്ഞത്. അന്ന് ആ സംഭവം നടന്നപ്പോൾ തന്നെ പ്രതികരിക്കണമായിരുന്നു, സെറ്റിൽ ഉണ്ടായിരുന്നവർ ഉറപ്പായും വിൻസി പിന്തുണച്ചേണെന്നും പറയുന്നു. പക്ഷെ അവിടെ ഇന്റേണൽ കമ്മിറ്റിയിൽ ഇത് പരാതി കൊടുത്തു, ഈ നടനെ വിളിച്ച് താക്കീത് ചെയ്തു സംവിധായകൻ. പക്ഷെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഈ സിനിമാ പ്രവർത്തകർ ഇപ്പോൾ പറയുന്നത് ഞങ്ങളത് അറിഞ്ഞില്ലായിരുന്നു എന്നാണ്. അത് സംവിധായകൻ അടക്കം പരാതി പോയി, സംവിധായകൻ ഷൈൻ ടോം ചാക്കോയെ അടക്കം വിളിച്ച് താക്കീത് നൽകിയെന്നൊക്കെയാണ് അറിയുന്നത്. പക്ഷെ അതിനുശേഷം സൂത്രവാക്യം സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത് ഞങ്ങൾ മാധ്യമങ്ങളിലൂടെയാണ് ഈ പരാതി അറിയുന്നതെന്നാണ്. അതായത് നേരത്തെ ജോലി സ്ഥലത്തുണ്ടാകുന്ന അതിക്രമങ്ങൾ മാനേജ് ചെയ്യാൻ സ്ത്രീകൾ പഠിക്കണമെന്നാണ് നടി ഒരു യൂട്യൂബ് അഭിമുഖത്തിൽ പറഞ്ഞത്. കമൻറ്റുകൾ അടക്കമുള്ള പരാമർശങ്ങൾ കാര്യമാക്കി എടുക്കേണ്ടതില്ലെന്നും മാലാപാർവതി പറഞ്ഞിരുന്നു. നടി വിൻസി അലോഷ്യസ് സിനിമ സെറ്റിൽ നേരിട്ട മോശം അനുഭവത്തെക്കുറിച്ച് അടുത്തിടെ നടത്തിയ ഇതുമായി ബന്ധപ്പെട്ടാണ് മാലാപാർവതി ഇത് പറഞ്ഞത്. പലരും കളിതമാശ പോലും മനസ്സിലാകാത്തവരാണെന്ന് അവർ പറഞ്ഞു. ലൈംഗിക അതിക്രമങ്ങൾ വലിയ വിഷയമായി മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ച മാലാപാർവതി ഇതൊക്കെ മാനേജ് ചെയ്യാൻ സ്ത്രീകൾ പഠിക്കണമെന്നും പറഞ്ഞു. സിനിമയിൽ നോക്കിയ ഒരു കളിതമാശ പോലും മനസ്സിലാകാത്തവരാണ് ഇന്ന് ആരോ പറയുന്നത് കേട്ട് ബ്ലൗസ് ഒന്ന് ശരിയാക്കണം, ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്സായിപ്പോയി. നമ്മളത് കണ്ടതാണ് അഭിമുഖം. എല്ലാം അങ്ങ് തകർന്നു പോയി. അങ്ങനെയൊക്കെ എന്താ പോടാ എന്ന് പറഞ്ഞാൽ പോരെ, പോടാ എന്ന് പറഞ്ഞാൽ കഴിയുന്ന കാര്യമല്ലേ, ഇതൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് പറഞ്ഞ മാലാപാർവതിയാണ് ഇപ്പോൾ പറയുന്നത്. അത് പെട്ടെന്ന് നമ്മൾ പറയണം, പെട്ടെന്ന് പ്രതികരിക്കണം എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, നമ്മൾ റോഡിൽ ഇറങ്ങുമ്പോൾ ലോറി വരും, ബസ് വരും. അപ്പോൾ ലോറി വന്നതിൻ്റെ പേരിൽ റോഡ് ക്രോസ് ചെയ്തില്ല, നമ്മൾ ഇറങ്ങി നടന്നില്ല എന്ന് പറഞ്ഞാൽ ആർക്കാ നഷ്ടം വരിക? സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത വെച്ച് ആൾക്കാർ വന്ന് കൂടെ വരുമോ, കിടക്കുമോ, അവിടെ വരുമോ, ഇവിടെ വരുമോ എന്നെല്ലാം ചോദിക്കും. ഇത് മാനേജ് ചെയ്യാൻ പഠിക്കേണ്ടത് ഒരു സ്കില്ലാണെന്നാണ് മാലാപാർവതി പറഞ്ഞത്. ഇതിനൊക്കെ എന്ത് പറയാനാ ഇതിനൊക്കെ? അപ്പം ലൈംഗിക അതിക്രമങ്ങളോട് വഴക്കല്ലാതെ കളിതമാശയായി പ്രതികരിക്കാമെന്നും മാലാപാർവതി പറഞ്ഞു. അപ്പോൾ ഇത് എല്ലാവരും അറ്റാക്ക് ചെയ്യുകയാണ് എന്ന മൂഡിലേക്ക് പോകുമെന്ന് മാലാപാർവതി പറഞ്ഞു. നമുക്കറിയാം, ഇപ്പം സ്വാഭാവികമായിട്ടും ഒരു ജോലി ചെയ്യാൻ വരുന്നൊരു സ്ത്രീ അല്ലെങ്കിൽ ഒരു യുവതി അവരോട് ഇത്തരത്തിലൊരു സംഭവം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ സാധാരണ ഒരു ക്ലറിക്കൽ വർക്കല്ല ഇവരുടേത്. അപ്പോൾ അവർ വന്നിട്ട് അടുത്ത സീനിൽ അഭിനയിക്കേണ്ടതാണ്. അപ്പോൾ ഒരു മെന്റലി ട്രോമ ആയി കഴിഞ്ഞാൽ അവരുടെ അഭിനയത്തെ പോലും അത് ബാധിക്കും. പിന്നെ എല്ലാ ഫീൽഡിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ രാവിലെ വന്നിരിക്കുമ്പോൾ നമ്മളോടൊരു നെഗറ്റീവ് കാര്യം ആരെങ്കിലും പറഞ്ഞാൽ അന്നത്തെ നമ്മുടെ മൂഡ് തന്നെ പോകും. നമുക്ക് വാർത്ത എടുക്കാനോ ഒരു വാർത്ത സെർച്ച് ചെയ്യാനോ ആ വാർത്തയ്ക്ക് ഒരു നല്ല തമ്പിടാൻ പോലും നമ്മളെ കൊണ്ട് കഴിയില്ല. അവതരിപ്പിക്കാനുള്ള ഒരു മൂഡ് പോലും നമുക്കില്ല. ഇപ്പൊ വീട്ടിലെ ചില പ്രശ്നങ്ങളാണെങ്കിലും മതി, നമ്മുടെ മൈൻഡ് പോവും, നെഗറ്റീവ് മൂഡായി പോവും. അതുപോലെ തന്നെയാണ് ഒരു പെൺകുട്ടിയുടെ തുണി മാറാൻ ഞാനും കൂടെ വരട്ടെ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ എല്ലാവരും ഒരേ കുടുംബം പോലെ കഴിയാണ്. ഞാൻ ബാത്റൂമിൽ പോകുമ്പം എന്നോട് ആരെങ്കിലും ചോദിക്കണം ഞാനും കൂടെ വന്നോട്ടെ എന്ന് ചോദിച്ചാൽ പോടാന്ന് പറഞ്ഞാ നാളെ ഞാൻ ബാത്റൂമിൽ കയറുമ്പോ എന്റെ കൂടെ കയറത്തില്ലേ? ഇവള് ഇത്രയല്ലേ പറഞ്ഞോളൂ. ആ സമയത്ത് ഒരു അടിയും കൊടുത്തിട്ട് ആനയായിട്ട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ നിൽക്കേണ്ട അല്ലേ? പിന്നെ അവൻ അതിന് വരത്തില്ല. അപ്പൊ മാലാപാർവതി പറയുന്നത് ഇവരിങ്ങനെ ആയിരിക്കും, ഇവര് ആരെന്ത് പറഞ്ഞാൽ അത് അവര് പോടാന്ന് പറഞ്ഞവരൊക്കെ പോയി കാണും, പിന്നീട് അവരെടുത്ത് വന്നു കാണില്ല. പക്ഷെ എല്ലാരും അങ്ങനെ ആവണമെന്നില്ലല്ലോ. ഇത് വലിയ സത്യം പറഞ്ഞാൽ ഷൈൻ ടോം ചാക്കോയെ പോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ഇവർക്കെതിരെയും ആരെങ്കിലും കേസ് കൊടുക്കണം, വനിതാ കമ്മീഷനൊക്കെ സ്വമേധയാ ഇടപെടണമെന്നാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഇവർക്കെതിരെയും സ്വമേധയാ കേസെടുത്ത് ഇടപെടണം എന്ന് തന്നെയാണ് പറയാനുള്ളത്.